എത്തിക്കണത് നമ്മളെ കാണാൻ കൊതിച്ച ഒരു ഏട്ടൻ്റെ അടുത്ത് കേട്ടോ, ബാബു ഏട്ടൻ്റെ അടുത്ത്. കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ നല്ല കമൻറ്റുകളും അതേമാതിരി ഒന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഇതിൽ വലിയൊരു സന്തോഷം എന്താ അറിയോ, ഒരു അപ്പച്ചനെയും കിട്ടി നമുക്ക്. അത് നമ്മളെ പോലെ നല്ല യാത്രയെ പ്രണയിക്കുന്ന ഒരാൾ, ഏകദേശം 90 വയസ്സോളം ഉണ്ട്. അത് കഴിഞ്ഞ വർഷം ഇതേമാതിരിക്ക് ഈ നവംബർ 6 വന്നാൽ അതിൻ്റെ ഒരു ആണ്ടാട്ടോ. അന്ന് 45 പേരെ ഫ്ലൈറ്റ് യാത്ര ചെയ്യിപ്പിച്ചും അതുപോലെ തന്നെ ബോട്ട് സവാരി ചെയ്യിപ്പിച്ചൊക്കെ വളരെ സന്തോഷം കണ്ടെത്തിയൊരു അപ്പച്ചന് യാത്ര 10-15 വയസ്സ് മുതൽ എന്താണ് ഇത്രയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയ ആനന്ദം എന്തേന്? ആനന്ദം എല്ലാവരുടെയും ഒരു സന്തോഷം. ഞാൻ കൊണ്ടുപോകുന്നവരുടെ മനസ്സ് തണുക്കുക, എനിക്കതാണ് ആവശ്യമുണ്ട്. ഞാൻ കൊണ്ടുപോകുന്ന ആരൊക്കെയാണോ അവരുടെ മനസ്സും എന്നെമാതിരി കുളിർമ ഉണ്ടാവണം. അതന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ സാധിക്കാത്തൊരു ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞമാതിരി എല്ലാം നടക്കാത്തതെന്നൊന്നുമില്ല. വിചാരിച്ചാൽ നടക്കും, അതാണ് എനിക്കുണ്ടായത്. ഏതായാലും നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ അപ്പച്ചന് ഈ വീട്ടിലെ ഏകദേശം എല്ലാ മെമ്പേഴ്സും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പച്ചനും ഒരു റിട്ടയർഡ് പോസ്റ്റ് മാഷായിരുന്നു. ചെറുപ്പത്തിൽ കഷ്ടപ്പാടൊക്കെ നല്ലോണം കഷ്ടപ്പാട് അനുഭവിച്ചതിലുമുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് അങ്ങനത്തെ ജീവിതമായിരുന്നു കുട്ടിക്കാലത്താണ്. സാമ്പത്തിക ചുറ്റുപാടില്ലാത്തൊരു കാലമായിരുന്നല്ലോ. നല്ല ബുദ്ധിമുട്ടുള്ള കാലത്ത് പട്ടിണി എന്താണെന്നൊന്നും കൂടി മറന്നിട്ടുണ്ട്, പറയാൻ പറ്റില്ല. ധാരാളം പറഞ്ഞത് ഇന്നേമാരിയുള്ളവരാണെങ്കിൽ പറയാതിരിക്കില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, ഈ വീട്ടിൽ വന്നാല് എല്ലാരും അതിഥികളെ സൽക്കരിക്കണുണ്ടല്ലോ, ഒരു അന്യരായിട്ടല്ല, അവനാന്റെ മക്കളിൽ ഒരു മകനായിട്ട് പിന്നെ ഇതിൽ കണ്ടത്. കാരണം അത്രയും സ്നേഹത്തോടു കൂടിയാണ് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് എല്ലാരും ഫ്ലൈറ്റ് യാത്ര ചെയ്തു. അത് അപ്പച്ചന്റെ നേതൃത്വത്തിൽ വലിയ മക്കളെ ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം കേട്ടോ. കാരണം ഒരു ചെലവില്ല, പോയവർക്ക് ഒന്നുമില്ല, തുണിയും കുപ്പായം മാറ്റി പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടൊരു ബോട്ട് യാത്രയും. അങ്ങനെ അപ്പച്ചന്റെ ലൈഫിലുള്ള സന്തോഷം എന്താ ചോദിച്ചാൽ എല്ലാവരും സന്തോഷിക്കണം. അപ്പച്ചൻ ഒറ്റത് സന്തോഷിച്ചാൽ പോരാ. അപ്പൊ കൂട്ടത്തിൽ എല്ലാവരും സന്തോഷത്തിൽ അപ്പച്ചന് വലിയൊരു സന്തോഷം കണ്ടെത്തുക, അതാണ് അപ്പച്ചന്. മാത്രമല്ല ഈ പോയ ആൾക്കാര് കടൽ കാണാത്ത ഒരാളുണ്ട്, കുറെ കുട്ടികളുണ്ട്, കപ്പൽ കാണാത്തവരുണ്ട്, അതും കാണിച്ചു. അതുമാതിരി അവിടെ കിടക്കുന്നതെന്ന് അറിയോ, കപ്പൽ യാത്ര ചെയ്തില്ല, താല്പര്യമില്ലായിട്ട് അത് ചെയ്തില്ല. ബോട്ട് യാത്ര ചെയ്തു. അതുമാതിരി അസ്തമനം കാണാത്തവരുണ്ടായിരുന്നു, അസ്തമയം കാണിച്ചു. ചേച്ചി വന്ന് അസ്തമയം കൂടി കാണിച്ചു കൊടുത്തു. അല്ല അതൊക്കെ സൺസെറ്റ് കാണുക എന്ന് പറഞ്ഞാൽ വലിയ രസമാണല്ലോ. കാരണം നമ്മൾ ഇനിയിപ്പോ എത്ര പ്രായമുള്ള ആളുകളാണ്, എത്ര കുട്ടിയാണ്, കുട്ടി കടൽ നോക്കണ പോലെ തന്നെ കേട്ടോ മുതിർന്ന ആളുകൾക്കും കടലിനോടൊരു ഇഷ്ടം. അപ്പൊ മക്കൾക്ക് ആ വൺ ഡേ കൊണ്ട് ഒരു ഫ്ലൈറ്റ്, ഒരു മെട്രോ, ഒരു ബോട്ട്, മൂന്നും അതൊരു എക്സ്പെൻസീവ് ഇല്ലാതെ 40-45-50 പേർക്ക് ബുക്ക് ചെയ്തു. എന്തോ ആരോഗ്യത്തിന്റെ പ്രശ്നം കൊണ്ട് 5 ആളെ ഇന്ന് പിന്മാറിയെങ്കിലും 45 പേരെ ഒരുപോലെ കൊണ്ടുപോയി. ഇവിടേക്ക് കരിപ്പൂരിലേക്ക് ഒരു ബസ് യാത്ര ചെയ്ത് അവിടുന്ന് ടൂറിസ്റ്റ് ബസ്, ആ ബസ് തന്നെ ഇവര് കൊച്ചിയിലെത്തിയപ്പോ അവിടെ എത്തി. പിന്നെ മറൈൻ ഡ്രൈവിലെത്തി. അങ്ങനെ ഇവരെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. വളരെ ഹാപ്പി ആയിട്ട് ആ ഇരിക്കണ വ്യക്തിയിലെ ഒരു അനുഭവസ്ഥരാണ് ഇതൊക്കെ കേട്ടാ. അന്നത്തെ അനുഭവം എന്തേ നിങ്ങൾ യാത്ര പോയപ്പോ? നമുക്ക് ആത്മസംതൃപ്തി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലെ 40-45 പേര് ഒന്നിച്ച് പ്ലെയിൻ യാത്ര ചെയ്യുക. അത് ഇതുവരെ ചെയ്യാത്ത പലരും, ഞാനടക്കം പലരും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. പിന്നെ ബോട്ട് യാത്ര ചെയ്തിരുന്നു, മെട്രോ അതും ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാം പൂർത്തീകരിച്ച് രാത്രി 2 മണിക്ക് 6 മണിക്ക് രാവിലെ പുലർച്ചെ പോയി രാത്രി പുലർച്ചെ 2 മണിക്ക് ഇവിടെ എത്തുന്ന ഒരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് 1 രൂപയുടെ ഒരു ബാധ്യതയും വരുത്താതെ അതൊക്കെ ചെയ്തു തന്നത് ഈ വ്യക്തിയാണ്. അപ്പൊ ഈ കുടുംബത്തിനെ കാണട്ടോ, ഇതാണ് തറവാട്. ഈ തറവാട് ഇവിടെ 3 ആളുകളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ 3 മക്കള്, ഇവർക്കൊക്കെ വീടുകളായിക്കണെങ്കിലും ഈ അപ്പച്ചന്റെ തണലിൽ ഈ വീട്ടിലാണ് എല്ലാവരും അന്തി ഉറങ്ങണത്. ഇനി അഥവാ ആളുകൾ കൂടിയാൽ ഇത് കണ്ടോ ഓരോ മുറ്റോട്ടോ, കണ്ടോ ഒരു മുറ്റതാക്കണേ. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 വീട് സ്ഥിതി ചെയ്യണം.